മരയും പതയും വരണ കണ്ടില്ലേ? ഉഗ്ര വിഷമുള്ള ഏതോ ഒന്നാ. എല്ലാരും മാറി. എന്റെ മോക്കൊന്നുമില്ല. ആരും അടുത്തേക്ക് നോക്കിയിട്ടില്ല. ഞാൻ തന്നെ ഉറക്കത്തി ഉമ്മ വയ്ക്കണത് അവക്ക് ഇഷ്ടമല്ല. ഇനി അവള് പരാതി പറയില്ലല്ലേ? അവൾ എല്ലാരും എന്റെ കുടിന്നൊന്നും പോകണ്ട. അവളൊന്ന് ഉറങ്ങിട്ട് അവള് എന്റെ മോളെ നീ തന്നെ കൊണ്ടുപോയല്ലോ. ഇത്ര ദുഷ്ടനാണോ? എന്റെ മോളെ തിരിച്ചതാ. എടുത്തോ മോളെ. അവര് കൈവിട്ടില്ലേ എന്റെ മോളെ? ഇനി ആരുണ്ട് എന്റെ മോളെ രക്ഷിക്കാൻ? ആരുണ്ട് എന്റെ മോളെ രക്ഷിക്കാൻ? മോളെ കണ്ണു തുറക്കണേ. പറ്റൂലേ എന്റെ മോളെ രക്ഷിക്കാൻ? ശ്യാമിക്ക് പറ്റൂലേ? അത്ഭുതങ്ങൾ കാണിച്ചിട്ടുള്ള മനുഷ്യനല്ലേ ശ്യാമി? ഞാൻ കണ്ടിട്ടുണ്ട്, കൊറേ കേട്ടിട്ടുണ്ട്. രക്ഷിക്കാൻ, എന്റെ മോളെ രക്ഷിക്കാൻ. രക്ഷിക്കണം സ്വാമി. മോളെ രക്ഷിക്കണം. വാതപിത്ത ശ്ലേഷ്മ നാടികൾക്ക് മിടിപ്പില്ല. കുട്ടിയുടെ ശരീരത്തിൽ നിന്നും ജീവന്റെ തുടിപ്പുകൾ മാഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ജീവന്റെ തുടിപ്പ് നിശ്ചയിക്കുന്നതൊന്നും നമ്മളല്ലല്ലോ, ഭഗവാനല്ലേ? സ്വാമി, ദയവായി എല്ലാവരും ഒന്നും മാറി നിൽക്കുക. സ്വാമിക്ക് അല്പം ഏകാന്തത ആവശ്യമാണ്. അല്പം പുറകിലേക്ക് മാറി നിൽക്കൂ. ഇങ്ങോട്ട് വാ.
ആടു പാമ്പേ പുനം തേടു പാമ്പേ അരുളാനന്ദ ഊത്തു കണ്ടാടു പാമ്പേ തിങ്കളും കൊന്നയും ചൂടുമീശൻ പദപങ്കജം ചേർന്നു നിന്ന പാമ്പേ തിങ്കളും കൊന്നയും ചൂടുമീശൻ പദപങ്കജം ചേർന്നു നിന്നാടു പാമ്പേ ശിവശങ്കര സർവശരണ്യ വിഭോ ഭവസങ്കടനാശന പാഹി ശിവ കവി സന്തതി സന്തതവും തൊഴുമിൻ ഭവനാടകമാടുമരും പൊരുളേ ഓം നമഃ ശിവായ ഓം നമഃ ശിവായ. പഞ്ചമിയുടെ ശരീരത്തിൽ നിന്നും ജീവന്റെ തുടിപ്പുകൾ മാഞ്ഞു കഴിഞ്ഞിരുന്നു. പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു? ബാല്യം മുതൽക്കേ മനഃപ്പാഠമാക്കിയ ഉപനിഷത്തുകളും വേദങ്ങളും നമ്മെ ചതിച്ചുവോ? അതോ നാഗദൈവങ്ങളും നാഗത്താന്മാരും എന്നും ബ്രാഹ്മണ സമൂഹത്തോട് മാത്രം കൂറു പുലർത്തുന്നവരാണെന്ന് തലമുറകളായി വിശ്വസിച്ചു വരുന്നത് തെറ്റാണെന്ന് തെളിഞ്ഞതോ? അതോ എവിടെ നിന്നോ വന്നൊരു നീച ഗോത്രജാതന്റെ കൺകെട്ട് വിദ്യയോ? അവൻ പറയണ കേൾക്കാൻ ഇനിയും ആള് കൂടും. അവന്റെ പിന്നിൽ അണിചേരാൻ അവർ മത്സരിക്കും. ഗുരു വിഷഹാരിയായപ്പോ നഷ്ടം നമുക്ക് മാത്രം. ചില പൊടിക്കൈകൾ കാണിച്ച് ആളെ കൂട്ടാനാണ് അവന്റെ ശ്രമം. അതിലൂടെ അവൻ നമ്മെ വെല്ലുവിളിക്കുകയാണ്. ഒരു ഗുരു വന്നിരിക്കണു. ശരിക്കും ആരാണവൻ? ആരാണവനെ ഗുരുവാക്കിയത്? ഏഭ്യൻ. ഈശ്വരൻ ഒന്നേ ഉള്ളൂ. പര്യായങ്ങൾ പക്ഷെ ഒരുപാടുണ്ട്. അതിലൊരു പര്യായമാകാൻ ശ്രമിക്കുകയാണ് അവനും. കമുകോലയിൽ പഴങ്കഞ്ഞി. നാഗദൈവങ്ങളുടെ അനുസരണക്കേട് വെറുതെ അല്ല. ആഢ്യബ്രാഹ്മണരുടെ മാത്രം പാദസ്പർശമേറ്റ പുണ്യഭൂമിയിൽ ഒരു ചണ്ടാളന്റെ കാലുകൾ പതിഞ്ഞിരിക്കുന്നു. ഇതിലും വലിയൊരു ശ്രദ്ധക്കേട് ഇനി വരാനില്ല. എടുത്തു മാറ്റിൻ. അരുത്, കൈകൊണ്ടല്ല.
ഉവ്വ. ഉടനെ ഒരു ശുദ്ധി കലശത്തിനുള്ള ഏർപ്പാട് ചെയ്യാം. നാളെ തന്നെ ആവാം. ശുദ്ധികലശം ഭഗവത് നടയിൽ മാത്രമല്ല, ജനങ്ങളുടെ മനസ്സിലും നടത്തണം. കാലം ഇത്രയും നമ്മെ മാത്രം ആശ്രയിച്ചു കഴിഞ്ഞ ഒരു ജനതയുടെ മനസ്സിൽ തിരിച്ചറിവിന്റെ വെളിച്ചം വിതറാൻ അനുവദിച്ചുകൂടാ. അകാരണമായൊരു ഭയം എന്റെ മനസ്സിൽ എവിടെയോ ഉടലെടുക്കണു. ഭയമോ? ഭയമെന്നൊരു വാക്കുപോലും ഉച്ചരിച്ചാൽ അത് അവന്റെ ജയമാണ്. പരാജയപ്പെട്ട ഒരുവനെ കൂടെ കൂട്ടുന്ന സ്വഭാവം ഇല്ലത്ത് പണ്ടേ ഇല്ല. അത് ഞാൻ ആത്മവിശ്വാസം നഷ്ടമായാൽ അത് സ്വയം വിനാശം വിളിച്ചു വരുത്തുന്നതിന് തുല്യമാണ്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നമ്മളിനി എന്താ ചെയ്യുക നങ്ങേലി? ചില കടുത്ത പ്രയോഗങ്ങൾ നടത്തേണ്ടിയിരിക്കുന്നു. നല്ല ഹൈമവത ഭൂവിലേറെയായി കൊല്ലമങ്ങൊരു വിഭാതവേളയിൽ ഉല്ലസിച്ചു യുവയോഗിയേകനുൽബുല്ല ബാലരവി പോലെ കാന്തിമാൻ. പുതിയ പദ്യം എഴുതിയോ? സ്വാമി, ഇന്നലെ ഉറങ്ങിയില്ല. അതെന്താ കുമാര? മനസ്സിൽ സ്വാമിയുടെ മുഖം ഉദിച്ചു വന്നു. ചിന്തയിലാകെ പാൽക്കടലായിരുന്നു. കുമാരൻ ആളാകെ മാറിയതുപോലെ. എന്താ, കുമാരൻ നമ്മോടൊപ്പം വരുന്നു? വരുന്നു സ്വാമി, ഞാനും വരുന്നു. വീട്ടിൽ പറഞ്ഞോ? ഇന്നലെ നടന്ന എല്ലാം പറഞ്ഞു. അച്ഛനും അമ്മയും എന്തു പറഞ്ഞു? എല്ലാം കേട്ട് സന്തോഷിച്ചു. അവർക്ക് നമ്മെ അറിയോ? അറിയും, എല്ലാം അറിഞ്ഞിരിക്കുന്നു, കേട്ടിരിക്കുന്നു. അവർ നമ്മോടൊപ്പം വരാൻ അനുവാദം തന്നോ? തന്നു, മനം നിറയെ അനുവാദം തന്നു. എന്നാൽ കൂടെ പോന്നോളൂ. പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ? ഉണ്ട് സ്വാമി, മനസ്സിലും ശിരസിലുമുണ്ട്. കവിതയുടെ വഴിയാണ്. മുന്നിൽ കാണുന്നതിലെല്ലാം കവിതയുണ്ട്, കേൾക്കുന്നതിലെല്ലാം സംഗീതവും. കവിത്വം ദൈവദത്തമാണ്. അമ്മയുടെ മൂത്തൊരു തെളിച്ചല്ല. എങ്ങനെ തെളിച്ചം വരും? രാത്രി ഓരോന്ന് ചിന്തിച്ച് ചിന്തിച്ച്. എന്തിനാ അത്രയ്ക്ക് ചിന്തിക്കണേ? കൊച്ചു ചിന്തിക്കണം. നിനക്കത് പറയാം. നിന്നെ പറ്റി എൻ്റെ ചിന്തകൾ മുഴുവൻ. ഏനെ പറ്റിയോ? ഏൻ വല്ല കുഴപ്പമുണ്ടാക്കിയോ? ആർക്കറിയാം കുഴപ്പമുണ്ടാവുമെന്ന്. ഈ പുഴയിൽ എത്ര മീനുണ്ട്? അറിയൂല. അതെന്താ അറിയാത്തെ? അറിയില്ലായ്മ ഉണ്ട്. എന്റെ അറിവില്ലാതെ പോയത്? അതും അറിയൂല. എന്നെയും പറഞ്ഞുതരാ. അമ്മ പഠിച്ചില്ല. അമ്മ പഠിച്ചത് പാടത്തും അടുക്കളയിലുവാ. ഇത്രയും പഠിച്ചതിന് ധാരാളം. അമ്മയെ ഏൻ പഠിപ്പിക്കും. നീയോ? നടന്ന എന്നെ. ഞാൻ രണ്ടക്ഷരം പഠിച്ചോട്ടെ, എന്റെ എല്ലാരെയും പഠിപ്പിക്കും. നീ വെറുതെ മെനക്കെടാതെ പെണ്ണേ. മെനക്കെടൊന്നൊന്നുമല്ല. അടുത്ത് ഒരു പള്ളിക്കൂടം വന്നുണ്ട്. തമ്പുരാക്കന്മാര് പഠിക്കുന്ന പള്ളിക്കൂടല്ലേ? അവയ്ക്ക് എന്താ പ്രത്യേകത?
വളരുമ്പോ നിനക്ക് മനസ്സിലാവും. അമ്മയ്ക്ക് എന്താ പയ്യാൻ പേടിയാണോ? ഏന് പേടിയാ, പേടിയാ മോളെ, എല്ലാരെയും പേടിയാ. നമ്മളെന്താ അമ്മ ഇങ്ങനെ പേടിക്കുന്നേ? താണ ജായിക്കാര് മോളിലുള്ള എല്ലാം പേടിക്കണം, പ്രത്യേകിച്ച് പെണ്ണായി പിറന്ന. അപ്പനും പേടി അമ്മക്കും പേടി. ഇങ്ങനെ എല്ലാറ്റിനെയും പേടിച്ച് എന്തിനാ അമ്മ ജീവിക്കണേ? നിനക്ക് എട്ടും പൊട്ടും തെരിയാത്തോണ്ട് അങ്ങനെയൊക്കെ പറയാം. പേടിയില്ലെങ്കിലേ തമ്പുരാക്കന്മാര് കൊന്നുകളയും. ഇപ്പൊ ചെയ്യുന്നേ അതില്ലേ അമ്മേ? നീ പറയണത് ശരിയാ. വഴി മാറി നടക്കണം, ദൈവത്തെ കാണരുത്, പഠിക്കരുത്. ഇനി എന്ത് കുഴപ്പം വന്നാലും അമ്മ പഠിക്കണം. മോൾ ആലോചിച്ചു മതി, നീ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക്. എന്തും ചെയ്യാൻ മടിയില്ലാത്തൊരാ തമ്പുരാക്കന്മാര്. അപ്പനമ്മയും പേച്ച് ജയിച്ചിട്ട് എന്ത് ഗുണം ഉണ്ടായേ? ഞാൻ പഠിച്ചു നോക്കട്ടമ്മേ. നിനക്ക് അക്ഷരം പഠിക്കാൻ നിർബന്ധമാണെങ്കിൽ അമ്മ തടയണില്ല. എന്തു വന്നാലും ഏനെ പഠിക്കണം. അപ്പനമ്മയും കൂടി ഉണ്ടായാ മതി. കൊത്തി കൊത്തി ഇപ്പൊ മുറത്തി കയറി കൊത്തി തുടങ്ങി. കലികാല വിശേഷം. രണ്ടക്ഷരം പഠിക്കട്ടെ എന്ന് കരുതിയ പിള്ളേരെ പള്ളിക്കൂടത്തിൽ ചേർത്തത്. അതിനും ഈ കീഴാളാർ സമ്മതിക്കില്ലെന്ന് വെച്ചാൽ മണ്ണിരകൾ മണ്ണി കിടന്നാ പോരെ, മാനത്തോട് നോക്കുന്ന എന്തിനാ? താണവർക്ക് തൊഴാനും ചിലര് പ്രതിഷ്ഠ തുടങ്ങിയത്രേ. ഇതനുവദിക്കരുത്. നിലയ്ക്ക് നിന്നാൽ ഇവറ്റകൾക്ക് കൊള്ളാം, അല്ലെങ്കിൽ ആയിസറാതെ. ഇവളൊറ്റ ഒരുത്തി ഇതിനൊക്കെ കാരണം. ഇവക്ക് പഠിക്കണം പോലും. വയലിൽ ഞാറ നടാനും വിതയ്ക്കാനും പഠിപ്പെന്തിനാ? എന്തായാലും കളം മുളയ്ക്കുന്നത് നല്ലതല്ല, അതിനെ പിഴുതു മാറ്റണം. ഇല്ലെങ്കിൽ വിളയൊക്കെ നശിക്കും, നമ്മളെല്ലാം പട്ടിണിയാവും. ഇവറ്റകൾക്ക് എങ്ങനെ പള്ളിക്കൂടത്ത് കയറാൻ ധൈര്യം വന്നു? നുകത്തി കെട്ടിയ പോത്തിന് ഇടയ്ക്കിടെ നല്ലത് കൊടുക്കണം. പോത്തുകൾക്ക് ഇപ്പോൾ പേടിയില്ലാണ്ടായിരിക്കുന്നു. പണ്ട് നമ്പൂരി വേദം ചൊല്ലണ കേട്ട് നിന്നാ ചെവിയിൽ ഈയ ഉരുക്കി വീഴ്ത്തും. അതിനാൽ പരിസരത്ത് പോലും ഒരുത്തനും വരില്ല. അതുപോലെ നല്ലത് കൊടുത്താ ഇവറ്റകളുടെ പഠിപ്പ് അതോടെ തീരും. ഇവറ്റകൾ അക്ഷരം പഠിച്ചാണ് ഇനി വേദം ഉണ്ടാക്കാൻ. ഇവറ്റകളെ വെറുതെ വിട്ടാ ദൈവശിക്ഷ കിട്ടും. താണജാതിക്കാർക്ക് അക്ഷരം പഠിക്കാൻ ആരും പറഞ്ഞിട്ടില്ല. അപ്പയെ പറഞ്ഞില്ല മോളെ, എങ്ങളെ പഠിക്കാൻ സമ്മതിക്കൂലെന്ന്. താണജാതിക്കാരെ കൂടെ ഇരുന്ന് പഠിക്കാൻ ഞങ്ങളെ പിള്ളേര് മലിഞ്ഞു കിടക്കാണ്. അത് ഒരേ തരത്തിൽ ഒരേ നിരത്തിൽ. ആ പൂതി നടപ്പില്ല. മേൽജാതിക്കാരുടെ ഇടയിലിരുന്ന് ഒരു പുലയെ പെണ്ണ് പഠിക്കണ്ട, കട്ടായം. ഇവറ്റകളുടെ പഠിത്തം ഇന്നത്തോടെ നടത്തണം. ഈ പെൺകുട്ടിയെയും കൂട്ടി കുടിയിലേക്ക് പൊയ്ക്കോ, ഇല്ലെങ്കിൽ പ്രശ്നമാകും. അറിവും വെട്ടമൊക്കെ എങ്ങക്കും വേണ്ട ആസാന്. അതിന് തടാ. വിളിച്ചോണ്ട് പോവണ്ട നിന്റെ തന്തേ, അല്ലെങ്കിൽ വളഞ്ഞിട്ട് അടിച്ച് കൊല്ലും. അയ്യോ എന്റെ അപ്പൊന്നും ചെയ്യില്ലേ, പാവാ. നീ ഇനി പള്ളിക്കൂടത്ത് വരില്ലെന്ന് ഉറപ്പ് തന്നാ മതി. തന്തയും മോളെയും വിട്ടേക്കാം. അങ്ങനെ പറയില്ല മോളെ, അങ്ങനെ പറയില്ല. പറയടി ചെറുമി, പറഞ്ഞാ മതിയെന്ന്. തല്ലിയാലും കൊന്നാലും ശരി, ഏൻ പോവില്ല. ഏന് പഠിക്കണം. ധിക്കാരി.